ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇത്ര സമയം ഇത് പറയാതെ ഇങ്ങനെ വന്നില്ല. ഹായ് പറ. ഹായ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഇല്ല കേട്ടോ, ഞാനാണ് ഇത് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഇന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാലേ, ഇന്ന് കവി ആരോട് പറയാണ്ടാന്നേ, അതായത് ഒരു വണ്ടി മേടിക്കുന്നുണ്ട്, ഒരു സ്കൂട്ടർ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇന്നാളെ കവി വണ്ടിയിൽ ഓടിക്കും, പുറത്തിങ്ങനെ എല്ലായിടത്ത് പോകും. അപ്പോൾ മേടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ പ്രസവലായിട്ട് അങ്ങനെ അങ്ങനെ നീണ്ടുകൊണ്ട് പോയി. ഇപ്പോൾ ഞാനൊന്ന് ഒരു വണ്ടി ബുക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എന്തായാലും പറഞ്ഞു ഞാൻ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറയാണ്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഓളെ കൂട്ടി പോകണം. ഓളെ ആദ്യമായിട്ട് അത് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ല, അതിൽ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ പറഞ്ഞാൽ ഇരുന്നിപ്പോൾ കൂട്ടിപ്പോക്കെ ഏറ്റവും പണി. ഞാൻ കുട്ടികളുള്ളതുകൊണ്ട് കുട്ടി അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ബാബ ഒരു മിനിറ്റടാ, ബാബാ ബാബാ അവനങ്ങ് പോകണം. അതാണ് നോക്കട്ടെ, നോക്ക്. അപ്പോൾ നമുക്കില്ലേ നേരെ ഓളെ കൂട്ടി പോയിട്ട് വണ്ടി പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് എക്സ്പ്രഷൻ ഒന്ന് കാണാം. അത് പിടിച്ചിരിക്കാന്നെങ്കിൽ അറിയില്ല. എനിക്കങ്ങനെ പിടിച്ച് എന്താ പറയുക, പറയാണ്ടിരിക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കില്ല. ശരിയായി ഇങ്ങനെ പറയാൻ തന്നെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സമയം കിട്ടിയില്ല. 2 ദിവസം കൊടുക്കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകും. സർപ്രൈസ് ഒന്നും അങ്ങനെ നമ്മൾ കൊടുക്കില്ല, അങ്ങനെയൊന്നും വീഡിയോ ഒന്നും അങ്ങനെ ആക്കില്ല. പക്ഷേ ഇത് ഞാനൊന്നും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ അഭിക്ക് കൊടുത്തിട്ടാണ് അതുപോലെ ഇങ്ങനെ നമ്മൾ പറയാണ്ട് ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് കൂട്ടിപ്പോയിട്ട് കൊടുക്കുന്ന ഒന്ന് വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മത്സ്യം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇവിടെ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെ പോയിട്ട് മേടിക്കലുണ്ട്. പിന്നെ ബസ്സിന് പോയിട്ട് അതിന് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടി പോകുന്നത്. നമുക്കങ്ങനെ പോവാം. എന്തെങ്കിലും കൊള്ളാവും, പോവാ. അപ്പോൾ ഇന്നൊരു ഉണ്ടാവും അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഒരു സർപ്രൈസ് നോക്കാം. സംഭവം പാളി കേട്ടോ. ഓള് ഇന്ന് പോകണ്ട, ഇന്ന് അതൊന്നും ചെയ്യണ്ടെന്ന് പറയാം. കുട്ടീനാക്കിയിട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ചെയ്യണ്ടെന്ന് പറയുന്നത്. കവി പോവാ നമുക്ക്. ഞാനൊരു കാര്യം പറയാം, എനിക്കിത് ആവൂല കേട്ടോ, ഇങ്ങനെ സത്യം നമുക്ക് പറയാൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുമില്ല, ഇന്നൊരു സംഭവം ഉണ്ട്. നീ ഒന്ന് എൻ്റെ പേരെ കണ്ണൂർ വരണം. സംഭവം ഉണ്ട്, അതൊരു സംഭവമാണ്. എൻ്റെ പേരും കണ്ണൂർ വരണം. അങ്ങനെയല്ല, ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് ഒരു മത്സ്യം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മത്സ്യം വാങ്ങുന്ന ഒരു വ്ളോഗ് എടുക്കാം. എന്നിട്ട് ഇടാൻ നാളെ പണ്ടിരിക്കാൻ നമ്മളങ്ങനെ എടുത്തിരുന്നു. ഒന്ന് നേരെ മാർക്കറ്റിൽ പോയിട്ട് അവിടെ മേടിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇവള് പറയും ഇപ്പം അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറയണമെങ്കിൽ ഇല്ലോ. വാ നീ ഒരിക്കൽ ഒന്നും പറയണ്ട, വാ നമുക്ക് പോവാ, നമുക്കെല്ലാം അടച്ച് കാണാം. എനിക്ക് കയ്യില്ല, എനിക്ക് ഇന്ത്യൻ്റെ പിടിച്ചൊക്കെ കയ്യില്ല, എനിക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, നീ മാറ്റി, നമുക്ക് പോവാം, ബസ്സിന് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോവാന്നേ, എന്നാന്ന് പറയുന്നില്ല, അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ വിചാരിച്ചത് പകുതി പൊളിഞ്ഞു, എന്നാലും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാം. ഓക്കെ, എന്നും എന്നോട് നിർബന്ധിക്കണം, പോ മാറ്റി വേണ്ട നമുക്ക് വേഗം പോയിട്ട് വരാം. വേഗം ചേച്ചീനെ എടുത്താക്കിയാണ്. ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് വലിയ പണിയാട്ടോ. അവര് ഇത് തിരക്ക് അങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അങ്ങനെ പരിപാടിയൊന്നും ആകുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് കൊളായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നോക്കാം. നീ പോയിട്ട് മാറ്റി നമുക്ക് ഒരു ഞാനും മാറണ്ടല്ലേ, അപ്പോൾ ഒരുമിച്ച് മാറ്റാം. ഇല്ല, ഓടിപ്പോയിട്ട് വരും, പാഞ്ഞു വരില്ല നമ്മള്. ചെറിയൊരു സംഭവം വേഗം പറ്റും. കുറച്ച് സമയം കുട്ടീനോക്ക് പോയിട്ട് വരാം. എത്രോടം ചോദിച്ചു, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ചെറിയൊരു പരിപാടി വന്നിട്ട് കാണാം. പറയൂലടാ, ഇത്തിക്ക പോയിട്ട് വന്നിട്ടാ കാണാം. സർപ്രൈസ് ഉണ്ട്, വന്നിട്ടാ പറയാ. എന്നാ അറിയാ, വന്നിട്ട് വേഗം വരുന്നേ, വേഗം പോയിട്ട് അത് ഒരു ചെറിയൊരു ആവശ്യമുണ്ട്, വേഗം പോയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും കവിയും കൂടി പോകുന്നത്. ബസ് 11:10 കവി എന്തേലും ഐഡിയ ഉണ്ടോ?
നിങ്ങൾ പറഞ്ഞല്ലോ നടനെ കാണാൻ. അത് ഞാൻ വെറുതെ പറഞ്ഞ. അത് വെറുതെ? അയ്യോ അത് വെറുതെ. ഇത് അങ്ങെത്തൂല, ടൈലടിക്കാൻ പറഞ്ഞു. ബസ് വരണേ നന്നായി ഹോസ്പിറ്റലാണ്. കയറി കയറി കയറി. ഇവിടെ വിൻഡോ നമ്മളെ ചങ്ങായിയാണ്. ഇതിൽ ആയശ് നമ്മളെ ചങ്ങായി. ആയശ് ഇപ്പോ ജ്വല്ലറി പോകില്ല, ബസ്സിലേക്ക് മാറി. ഇതല്ല ആ ഒന്ന് കണ്ണൂർ. നമ്മളെ നാട്ടിലായതുകൊണ്ട് തിരക്കില്ല, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തിരക്കാവും. അതെ, സ്കൂൾ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്കാവും. പണ്ടെപ്പോൾ കവിയിട്ടിരിക്കുമ്പോൾ ഞാൻ ആടിയിരിക്കും, എന്ന് ഞാൻ ഈടിയിരിക്കുന്നത്. അല്ല ഇറക്കത്തിലാണ്, ഞാൻ പടി പൊടി ഞാൻ മനസ്സിലാണ്. ഇവിടെ ആയിരിക്കും ബസ്സിന് ഇറങ്ങി ചെറിയൊരു ആവശ്യം ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മളിനി ഓട്ടോറിക്ഷയ്ക്ക് അങ്ങേക്ക് പോകുന്നു. എനിക്ക് എന്തെങ്കിലും ഐഡിയ ഇല്ല, നോക്കാം നമുക്ക്. അതേ പെട്ടെന്ന് സംഭവം, അതുകൊണ്ട് പിടിച്ചിരുന്നല്ല. ഇന്നലെ ഞാൻ പെട്ടെന്ന് ആയി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പെട്ടെന്ന് സർപ്രൈസ്. ആ കൊറേ ദിവസമായി. മനസ്സിലായ എന്ത് മണിക്കാ മനസ്സിലായ? അടുക്കാം മോട്ടോർസൈക്കിൾ വെച്ച് കൊടുക്കട്ടെ ഒരു മിനിറ്റ്. ഇത് വിടി, ഫോൺ വിടി, ഫോൺ വിടി. നമ്മളടുക്ക് ഉണ്ട് കേട്ടോ ഇത്. ഹായ്, നമുക്ക് അപ്പുറം പോകണം. നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അപ്പുറത്തെ ഭാഗത്ത് കുറേ കടകൾ കാണുന്നില്ലേ? എന്നാൽ ആ ഭാഗത്തേക്ക് നമുക്ക് പോകണ്ടേ? വാ, നമുക്ക് പോകേണ്ടത് ആ കടയിലാണ്. ആ കടയിൽ, ആ കാണുന്ന കടയിൽ. ആ നല്ല ബ്ലോക്കാട്ടാ, നല്ല വെയിലും. ആയ് 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 ഇങ്ങോട്ടേക്ക് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളേതാ എടാ വീഡിയോ എടുക്കാൻ വിളിച്ചാണ്. വാ, നീ വിളിച്ചാ വന്നില്ലെങ്കിൽ വെച്ചിട്ട് നമ്മള് വീഡിയോ എടുക്കാൻ വന്നേട്ടാ. എടാ ഇല്ല, എനിക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെ? ഏത് കളർ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യണ്ടേ? ഉള്ളിൽ കയറാട്ടാ, ഉള്ളിൽ അവര് കാത്ത് എല്ലാവരും നോക്കുന്നില്ല കേട്ടാ. നമുക്ക് കണ്ടപാടന്നെ വേഗം ചോദിക്കാം, ഇതിലേതാ വേണ്ടേ? റെഡാ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളറ്? ബ്ലാക്കാ? ഏതാ ഇഷ്ടപ്പെട്ടെ? അല്ലാണ്ട് ഒന്നും കൂടി ആലോചിക്ക്. അല്ല ഒന്നും കൂടി ആലോചിക്ക്. ഞാൻ വേറൊരു കളറാണ് വീഡിയോ എടുക്കാൻ ചോദിച്ചത്. വേറെ ഏതെങ്കിലും കളർ പറ കവി. കവി, നമ്മൾ വന്നത് എന്തിനാന്നറിയോ? നിനക്ക് ആ ഒരു വണ്ടിയുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മേടിച്ചു തരുമെന്ന്. സർപ്രൈസ്. ആ ആ അത് കുറേ ആയില്ലേ വണ്ടി എടുത്തിട്ട്. നീ ഇങ്ങനെ വണ്ടി ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയായി. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ വിചാരിച്ചു, ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വെച്ചു. അങ്ങനെ ഈ ഒരു വണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന്. ഏത് കളറാ അറിയാ? ഏത് കളറാ? എന്നാലും ഏകദേശം നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറ. ഈ പറഞ്ഞത് നല്ല ഇഷ്ടപ്പെട്ടെ. മഞ്ഞ.
മഞ്ഞ ഇഷ്ടല്ലേ? അപ്പൊ ആ മഞ്ഞ വണ്ടി എനിക്കുള്ളിയാണ്. കുറെ ദിവസമായി മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അടക്കി വെക്കുന്നത്, പറയാൻ പറ്റാണ്ട്. ഇപ്പൊ പറയുമോ കേട്ടാ, അത് സർപ്രൈസ് ചെയ്ത് തരണം വെച്ചിട്ടാണ്. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇത്ര സമയം ഇത് പറയാതെ ഇങ്ങനെ വന്നിട്ടല്ലേ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് വണ്ടി പറഞ്ഞേട്ടാ, സർപ്രൈസ് ഞാൻ പൊളിച്ച് ഉള്ളേ കയറാം. ഇവര് കാത്തു വെക്കുന്നുണ്ട്. ഇവരോട് നമ്മളെല്ലാം പറഞ്ഞ് റെഡി ആക്കുന്നത്. ഹായ് ഹായ്. വണ്ടി എടുക്കാം ആയിനാ? വണ്ടി റെഡിയാ? ഇവളിപ്പോൾ അറിഞ്ഞ ചേട്ടാ, അവളറിയില്ല. അവളോട് ഞാനിട്ടൊരു അങ്ങനെ ഇങ്ങനത്തോളം പറഞ്ഞു, ഇങ്ങനെ പത്തിലോ പറഞ്ഞു വന്നു. ഇവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞു. ഇപ്പം വണ്ടി ഒക്കെ എടുക്കാനാന്ന് പറഞ്ഞു. എന്നാ പേരെന്നാ? സൗമ്യ. എന്താ നമ്മളൊന്നും ചെയ്യാനുണ്ട് ഇടേനി? ആ ആയിക്കോട്ടെ. ഓക്കെ. അതല്ലല്ല, ഇത് ഇലക്ട്രിക് വണ്ടിയാ. ഇതിന് എണ്ണയൊന്നും വേണ്ടല്ല. വേണ്ട. ഇതാണ് വണ്ടി. ഇതേ കളറാട്ടോ. കടലാസെല്ലാം ഞാൻ ഇതിനിടയ്ക്കെല്ലാം ശരിയാക്കി. ഞാൻ ഇന്ന് വണ്ടി എടുക്കുമോ വേണ്ടു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ അത് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. അതിൻ്റെ കുറച്ച് ക്വാളിറ്റിയും കാര്യമെല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിത് ഇവരോട് തന്നെ ചോദിക്കാം. ബ്രോയുടെ പേരെന്നാ? അശ്വിൻ. നജ. വണ്ടി അടിയുണ്ട്. കവിനെ ഞെട്ടിക്കുന്നൊരു കളറാണ് അതിനുള്ളിൽ വെച്ചിട്ടുള്ളത്. ഏതാന്ന് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുക? ഏതാ? ഓ ഞാൻ പറഞ്ഞാ അബീനെ ഞാനൊരു ധൈര്യത്തിന് വിളിച്ചിരുത്തിയാന്നേ. അബി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഈ സർപ്രൈസ് ഒന്നും അങ്ങനെ വർക്കാവില്ല. എന്നാലും ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ഇത് കാണാൻ വെച്ച് വന്നതാണ്. ഓള് പിന്നെ ശരി, അതാണ് സർപ്രൈസ്. നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കീ ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു മോട്ടർ കിൽ സ്വിച്ച് ഉണ്ട്. ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മോട്ടർ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഈ ബീപ്പ് സൗണ്ടിന് ശേഷം മോട്ടർ ഓൺ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് സർ. അതായത് ഫസ്റ്റ് വരുന്നത് എക്കണോമി മോഡാണ്. എക്കണോമി മോഡ് 110 കിലോമീറ്ററാണ് നമുക്ക് പോകാൻ പറ്റുക 100% ചാർജിൽ. അടുത്ത മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 90 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ആ മോഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യണ്ടല്ലോ, വണ്ടി ഓട്ടോമാറ്റിക് ചേഞ്ച് അല്ലേ? നമ്മൾ എക്സ്ട്രാ ചെയ്യണം സർ. അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് സ്വിച്ച് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓ, ഈ സ്വിച്ച് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ഡ്രൈവ് മോഡ്സിലേക്ക് മാറുന്നത്. അല്ല, അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് ഓടിക്കാൻ പോയാൽ പോരാ? അല്ല സർ, നമുക്ക് നോർമലി നമ്മൾ ഓടിക്കുന്ന സമയത്ത് എക്കണോമി മോഡായിരിക്കും. ഒരു മോഡിൽ നിന്ന് ഒരു മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആക്സിലേറ്റർ ഉണ്ടല്ലോ, ഈ ആക്സിലേറ്റർ ജസ്റ്റ് ത്രോട്ടിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ മാത്രമേ അടുത്ത മോഡിലേക്ക് ചേഞ്ച് ചെയ്യൂ. അപ്പോൾ ഇത് 3 മോഡാണ് സർ വരുന്നത്. എക്കണോമി, റൈഡ്, റഷ്. എക്കണോമി, റൈഡ്, റഷ്. എക്കണോമി മോഡായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. സർ, നമുക്ക് നമ്മുടെ സ്കൂട്ടറിന് മെയിനായിട്ട് പറയുന്ന യൂട്ടിലിറ്റി സ്കൂട്ടർ എന്നാണ്. അപ്പോൾ യൂട്ടിലിറ്റിക്കാണ് മെയിൻലി ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലോക്കബിൾ സ്റ്റോറേജ് ആയിട്ട് ഫ്രണ്ടിൽ 12 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ വാലറ്റ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, മൊബൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും സീറ്റ് തുറക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സർ, സീറ്റിന് താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതെ സർ. നമുക്കിതിൽ വണ്ടിയുടെ കൂടെയുള്ള ചാർജറാണ്, ചാർജിങ് കിറ്റാണ് സർ. നമുക്കിത് 750 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. നമ്മളെ വീട്ടിൽ സാധാരണ പ്ലഗ്? അതെ സർ, 16 ആമ്പർ പ്ലഗിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നു. നോർമൽ 3 പിൻ തന്നെയാണ് സർ വരുന്നത്. നമുക്ക് ചാർജിൻ്റെ പ്ലഗിൻ വരുന്നത് നമുക്ക് ഫ്രണ്ടിലാണ് സർ. ഇതിനുള്ളിലായിട്ട് ഒരു ജസ്റ്റ് ഒരു ലിഡ് ഉണ്ട് ഇവിടെയായിട്ട്. ഓക്കെ, ഈ ലിഡ് വലിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. അതെ.
ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും സാർ. ഇവിടെ അതെ, ഒന്ന് കുത്തി കാണിക്കാൻ പറ്റുമോ? ഓക്കെ കണക്ട്. ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുക. ഓക്കെ, ഫുൾ ചാർജ് ആയിരുന്നു കാണിക്കും. അതുപോലെ തന്നെ സാറിന് ഒരു ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ വഴിയും ഈ കാര്യങ്ങളൊക്കെ സാറിന് വണ്ടിയുടെ അടുത്ത് പോകാതെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇച്ചിരി വലിയതാണെന്ന് തോന്നുന്നില്ലേ വണ്ടി? കാണുന്ന പോലെയല്ല, കുറച്ച് വലിയ സൈസാണ്. SUV സ്കൂട്ടർ തന്നെയാണ് സാർ ഇവർ പറയുന്നത് തന്നെ, പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ ഇതുള്ള. ഇത് ശരിക്കും അതെ വലിയതാണ് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്, ഇതിന്റെ മേലെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. എന്തായാലും കവി ആദ്യ റൈഡ് തുടങ്ങാം. എന്നാലേ നമുക്ക് പോവാം. ആദ്യം എങ്ങോട്ടേക്കാ? വീട്ടിലേക്ക്. എൻ്റെ മോക്ക് വേഗം ഒരിക്കൽ മയിൽ സ്കൂളിൽ കുട്ടീനെ കൊണ്ടാക്കാൻ പോകാനും മുട്ടക്ക് പോകാനും മയിൽ പോകാനും എല്ലാം വലിയൊരു ഇതേനും ഒരു വണ്ടി വേണം എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ബൈക്ക് എടുത്തിട്ട് പോകാന്ന് വെച്ചാൽ അതിനെ മറ്റേ മാറ്റണം, ഗെയർ മാറ്റണം, മറ്റേതാക്കണം. പണിയാണ്. ഇതാകുമ്പോ വേഗം ഒരിക്കൽ വിചാരിച്ചെടുത്ത് എടുത്തിട്ട് വേഗം പോയിട്ട് വരാം. കുട്ടി ഇറങ്ങിയാലോ? റിവർ ഫാഷൻ വണ്ടി അല്ലേ? ഫാഷൻ വണ്ടി മറ്റേ നിങ്ങളെ കുട്ടീനെക്കാട്ടി മക്കളെ ഇവിടെ കൊണ്ടുവന്ന സ്കൂട്ടീനെക്കാട്ടിലും കുറച്ച് വീതിയും നീളവും എല്ലാം നല്ല സ്റ്റെപ്പും എല്ലാം നല്ല വീതിയുണ്ട്. ഈ കളറ് ഞാൻ സെലക്ട് ചെയ്തു. കവി അങ്ങനെ മഞ്ഞ ഇഷ്ടപ്പെടുന്ന? മഞ്ഞ കാണിയൊന്നുമില്ല, വെറും കറുപ്പേ കാണുന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും വേണ്ടി ആയിട്ടാ. ലേഖേച്ചിക്ക് ഉണ്ട്, റാണേച്ചിക്ക് ഉണ്ട്, ഈനേച്ചിക്ക് ഉണ്ട്, കവിക്ക് ഒന്നായി. അടിപൊളി കളറ്. അറിയില്ല, വരുന്നത് പോലെ അറിയില്ല. നമ്മളെ വണ്ടിയെല്ലാം വെച്ചാല് സ്റ്റാർട്ടാക്കുന്ന ആൾക്കുന്ന ഹൃദയത്തിനൊരു അടിപ്പായിരിക്കും ആ സ്റ്റാർട്ടിന്റെ ഒച്ച കൊണ്ട്. ആടുന്ന് സ്റ്റാർട്ടാക്കുമ്പോ നമ്മള് നിങ്ങൾ വരുന്നത് പോലെ ഒന്നും അറിയില്ല അല്ലേ? ഇലക്ട്രിക് വണ്ടിക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് എടുത്തിട്ട് ധൈര്യത്തിൽ പോകാൻ കഴിയും. എന്ന് വെച്ചാൽ കറണ്ട് ഇടുന്ന തീർന്നു പോയല്ലോ. കറണ്ട് ഇടുന്നാല് കുത്താൻ പറ്റും, പക്ഷെ കുറച്ച് സമയം വേണം തോന്നുന്നു അല്ലേ? നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇതാ ഇത് ആടി ഒന്നുണ്ടല്ലേ? ഇടില്ല അടിപൊളിയായിട്ടാ. ഗ്യാസ് കുറ്റിയെല്ലാം വെക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സാധനം വെക്കാം. ഒരു ഗ്യാസ് ഗ്യാസ് വെക്കറ്. നമ്മള് സാധാരണ ഒരു സാധനം പുതിയ വണ്ടി വന്നാ പിന്നെ ഒന്നേമ കേറാണ്ട് സമാധാനം കിട്ടൂല. ഒന്ന് നോക്കട്ടെ. ഇത്ര സമയം കാത്തു നിന്നേട്ടെ. അപ്പൊ നമുക്ക് എന്നാല് വൈൻഡപ്പാക്ക. നേരത്തെ പോയിട്ട് വന്നെയാണ്, ചോറം തിന്നില്ല, തിന്നണം. അപ്പൊ കവി ഹാപ്പി.